ഹായ്, ഞാൻ അഞ്ജു. ഞാനൊരു നേഴ്സാണ്. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസാണ്. അപ്പം ഹെൽത്ത് എന്താണ്, അല്ലെങ്കിൽ ആ, പലതരത്തിലുള്ള അസുഖങ്ങൾ കുറിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യും. അപ്പം ആ, ഈ അസുഖങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആരോഗ്യത്തെക്കുറിച്ച് അറിയണം. അതായത് ഈ അസുഖം, അതായത് നമുക്കൊരു ഡിസീസ് എന്താ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ ഹെൽത്ത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡിസീസിൻ്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഡീവിയേഷൻ ഫ്രം എ നോർമൽ ഫങ്ഷനിങ്, അല്ലേ? ഒരു ചേഞ്ചസ് ആണ് നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ ഒരു പ്രവർത്തനം, നമ്മുടെ ശാരീരിക പ്രവർത്തനം, മാനസിക പ്രവർത്തനം, അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യം, ആ ആരോഗ്യത്തിൽ നിന്നൊരു വ്യതിചലനം, ഒരു ഡീവിയേഷനാണ് നമ്മളെ അസുഖത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഞാനിപ്പോൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഹെൽത്ത്. അപ്പോൾ ഈ ഹെൽത്തിനെ പറ്റി ഒരുപാട് ആൾക്കാർ റിസർച്ച് ചെയ്തിട്ടുണ്ട്. പല പല ഡെഫിനേഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ നെറ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അതുപോലെ പല ബുക്സ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഹെൽത്തിനെ കുറിച്ച് നമ്മൾ പണ്ടത്തെ കാലഘട്ടത്തിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ആൾക്കാർ കുറച്ചുകൂടി അവെയറാണ്. ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഡോക്ടേഴ്സിനെ പറ്റി വീഡിയോസ് ചെയ്യുന്നുണ്ട്, മെഡിക്കലി പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്. ന്യൂസ് പേപ്പറിൽ കൂടെ നമുക്ക് വായിച്ചറിയാൻ പറ്റും. ഒരുപാട് ഇൻ്റർവ്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഹെൽത്ത് കോൺഷ്യസ് ആണ്. പക്ഷേ ഈ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അവർക്ക് എത്രത്തോളം ഹെൽത്ത് എന്ന് എങ്ങനെ, ആരോഗ്യത്തെക്കുറിച്ച് എത്രത്തോളം അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നത് നമ്മൾ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം ഞാനിന്ന് പലരും പല തരത്തിൽ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ലോക ആരോഗ്യ സംഘടന അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡെഫിനിഷനാണ്. അത് തന്നെ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, അവർ ഫോക്കസ് ചെയ്യുന്നത് ഒരു പൂർണ്ണമായ ആരോഗ്യം അല്ലെങ്കിൽ സമഗ്രമായ ആരോഗ്യത്തെക്കുറിച്ചാണ്. മീൻസ് അവർ ഹോളിസ്റ്റിക് വ്യൂവിലാണ് അവർ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഹെൽത്ത്, ഞാൻ ആരോഗ്യവാനാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആം എ ഹെൽത്തി പേഴ്സൺ എന്ന് പറയുമ്പോൾ, നമ്മൾ മെയിൻലി മിക്ക ആൾക്കാരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആം എ ഫിസിക്കലി ഫിറ്റ് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ ബിയോണ്ട് ദി ഫിസിക്കൽ ഫിറ്റ്നസ് കുറച്ചുകൂടെ ആഴത്തിലേക്കാണ് WHO പോയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊക്കെ നേഴ്സിംഗ് സ്റ്റുഡൻറ്റ് പീരീഡിൽ ഞങ്ങൾക്ക് ഒരുപാട് ഹെൽത്തിനെ പറ്റി ഡെഫിനേഷൻ പഠിക്കാനുണ്ട്. അപ്പം ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ വാട്ട് ഈസ് എ ഹെൽത്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മോർ ദാൻ 2 ഡെഫിനേഷൻസ് എഴുതാം. അറ്റ്ലീസ്റ്റ് 2 ഡെഫിനേഷൻസ് എങ്ങനെയെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എഴുതിയിരിക്കണം. അതിൽ ഈ WHO ഡെഫിനേഷൻ മസ്റ്റാണ്. കാരണം അവർ അതിൻ്റെ ഹോളിസ്റ്റിക് വ്യൂവിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ ഞങ്ങൾക്കിത് ബൈ ഹാർട്ടാണ്. മിക്ക ആൾക്കാർക്കും, അതായത് മെഡിക്കലി പഠിക്കുന്ന മിക്ക ആൾക്കാർക്കും ഇത് ബൈ ഹാർട്ടായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഹെൽത്തിനെ പറ്റിയുള്ള ഈ ഒരു ഡെഫിനേഷൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആ മെഡിക്കൽ ഫീൽഡിൽ ഒതുങ്ങി നിൽക്കാതെ എല്ലാ ആൾക്കാരിലേക്കും എത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എന്താണ് ഡെഫിനേഷൻ? വി വിൽ കം ബാക്ക് ടു ദ പോയിന്റ്, ദ ഹെൽത്ത്. സോ ഈ ഹെൽത്തിനെ ഈ WHO ഒരു വലിയൊരു ഡെഫിനേഷനാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതൊരു വലിയ ഡെഫിനേഷനായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ആ വലിയ ഡെഫിനേഷനെ നമ്മൾ ഈച്ച് കമ്പോണൻ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. സോ അക്കോർഡിംഗ് ടു WHO, ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. ഇതാണ് WHO പറഞ്ഞിരിക്കുന്നത്. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ ഈച്ച് കമ്പോണൻറ്റ് ഓഫ് ദിസ് ഡെഫിനേഷൻ. ഈ ഡെഫിനേഷൻ്റെ ഓരോ കമ്പോണൻ്റായിട്ടുള്ള ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം എന്ന് പറയുന്നത് ഫിസിക്കൽ വെൽബീയിങ് ആണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ശാരീരിക ആരോഗ്യം. ഞാനൊരു ഫിസിക്കലി ഫിറ്റ് അല്ല, അല്ലെങ്കിൽ ഞാൻ ഫിസിക്കലി ഹെൽത്തി അല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് പെട്ടെന്ന് സാധിക്കും, അല്ലേ? എനിക്ക് ഒരു അസുഖം വരുമ്പോൾ, എനിക്ക് ഫിസിക്കലി ഒരു അസുഖം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുകയും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുന്നത്, അല്ലേ? അതായത്
അതിനുള്ള ഇപ്പം എനിക്കൊരു ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഫീവർ വരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് എന്തെങ്കിലും വരുന്നത് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സൈൻ ആൻഡ് സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ കാണിക്കുകയും നമ്മൾ എന്ത് ചെയ്യുന്നു അതിനുള്ള എക്സ്പെർട്ടിൻ്റെ അടുത്ത് പോയി അതിൻ്റെ അഡ്വൈസ് നേടുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനെ നമ്മളത് പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണോ ഹെൽത്ത്? അല്ല. രണ്ടാമത് അവർ പറയുന്നത് മെൻ്റൽ വെൽബീങ്. ഓക്കെ, എങ്ങനെയാണ് എന്താണ് മെൻ്റൽ വെൽബീങ്? ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീങ്. അതെന്താ? നമ്മുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതായത് അത് എങ്ങനെയാണ് ഇച്ചിരി എലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇമോഷണലി സ്റ്റേബിൾ. മാനസിക ആരോഗ്യത്തെ ഇച്ചിരി എലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ ആണോ നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ നമുക്കറിയാമോ? അതായത് ഒരു മനുഷ്യനായ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസ് നമുക്കുണ്ട്. അതായത് ഹാപ്പിനെസ്, അതുപോലെ സന്തോഷം, സ്നേഹപ്രകടനം, വിഷമം, പേടി, അങ്ങനെ പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്. ഇതിനെല്ലാം നമുക്കൊരു ബൗണ്ടറി ഉണ്ടായിരിക്കണം. ആ ബൗണ്ടറിക്കകത്ത് നിന്ന് നമുക്ക് ആ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. അതോ എൻ്റെ ഇമോഷൻസ് എൻ്റെ കൈവിട്ട് പോകുന്നുണ്ടോ? ഞാൻ ഒരു ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത വ്യക്തിയാണോ? ഓക്കെ, അപ്പം ഞാൻ അല്ല എങ്കിൽ ഐ എം നോട്ട് എ മെൻ്റലി ഹെൽത്തി പേഴ്സൺ. ഞാനൊരു മെൻ്റലി ഹെൽത്തി പേഴ്സൺ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പം എൻ്റെ ഒരു ഓഫീസിൽ എനിക്ക് ഒരു പ്രശ്നമുണ്ടായി. ഞാൻ പെട്ടെന്ന് അതിനെ ഓവർ റിയാക്ട് ചെയ്യാണ്, പ്രതികരിക്കുകയാണ്. ഭയങ്കരമായി ദേഷ്യം വരുന്നു. ഞാൻ അവിടുത്തെ സാധനങ്ങളെല്ലാം തല്ലിപ്പൊട്ടിക്കുന്നു, കമ്പ്യൂട്ടർ തല്ലിപ്പൊട്ടിക്കുന്നു. ഞാൻ അവിടുത്തെ ബോസുമായിട്ട് വഴക്കുണ്ടാക്കുന്നു, ഒന്നും പറയാതെ ഇറങ്ങിപ്പോകുന്നു. പിന്നെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് തന്നെ വരുന്നില്ല, എൻ്റെ ഓഫീസുമായിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് സസ്പെൻഷൻ കിട്ടിയിരിക്കാം, ടെർമിനേഷൻ വരെ നമ്മുടെ ജോലി തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെന്നിരിക്കാം. ഇപ്പോൾ എൻ്റെ ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ അതെന്നെ ഇമോഷണലി ഒരുപാട് അപ്സെറ്റ് ചെയ്യും അല്ലേ. നമ്മുടെ ജോലി നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഇമോഷണലി അൺസ്റ്റേബിൾ ആവും. അങ്ങനെ നമുക്ക് മാനസികപരമായിട്ടുള്ള അസുഖങ്ങൾ നമ്മൾക്ക് വരുന്നു. അത് പിന്നീട് നമുക്ക് ഫിസിക്കൽ പരമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യാം. അപ്പോൾ ഒന്നിനോട് കണക്റ്റഡാണ്. അത് നമുക്ക് ഫിസിക്കലി നമ്മൾ ഫിറ്റ് അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ മനസ്സും അത്ര നല്ലതായിരിക്കില്ല. നമുക്ക് മാനസികപരമായിട്ടുള്ള സമ്മർദ്ദം നമുക്കുണ്ടാവും. അത് നമ്മുടെ സോഷ്യലൈസേഷനെ നമ്മൾ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒന്നിനോട് കണക്റ്റഡാണെന്ന് നമുക്ക് പറയാം അല്ലേ. ഒന്ന് നന്നായാൽ മറ്റൊന്ന് നന്നാവും. അതാണ് നമ്മൾ എല്ലാ ഹോളിസ്റ്റിക് വ്യൂവിൽ നമ്മൾ ഹെൽത്തിനെ കാണണം അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ടാമത് ഓക്കെ, ഈ ഒന്നാണെങ്കിൽ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം. രണ്ടാമത് നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. മെൻ്റൽ വെൽബീങ്ങിനകത്ത് വരുന്ന രണ്ടാമത്തെ പോയിൻ്റാണ് നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതും പോസിറ്റീവ് രീതിയിൽ തന്നെ നമ്മൾ മാനേജ് ചെയ്യണം. പലതരത്തിൽ നമുക്ക് മാനേജ് ചെയ്യാം നമ്മുടെ സ്ട്രെസ്സിനെ. പക്ഷേ നമ്മൾ ഏറ്റവും പോസിറ്റീവ് രീതിയിൽ വളരെ സക്സസ്ഫുള്ളി ആയിട്ട് തന്നെ നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്തിരിക്കണം. അത് നമ്മളൊരു മനുഷ്യനാണ്, നമ്മളൊരു ഹ്യൂമൻ ബീങ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സ് നമുക്ക് നമ്മുടെ ലൈഫിൽ വരാം. നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പം എനിക്ക് സ്ട്രെസ്സേ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടികളാണെങ്കിൽ അവർക്ക് പഠന സമ്മർദ്ദം ഉണ്ടാകും. ഇപ്പോൾ അഡൽട്ട്സിലേക്ക് വരുവാണെങ്കിൽ അവർക്ക് വർക്ക് ഉണ്ടെങ്കിൽ വർക്ക് റിലേറ്റഡ് പ്രഷർ ഉണ്ടാകും. ഫാമിലി ആണെങ്കിൽ ഫാമിലി ലൈഫിൽ തന്നെ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകും. ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകും, റെസ്പോൺസിബിലിറ്റിയിലുള്ള ക്രൈസിസ് ഉണ്ടാകും, ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള സ്ട്രെസ്സ് നമ്മളുമായിട്ടുള്ള ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ട് കാണാം. അപ്പോൾ ഇതിനെയൊക്കെ ഒരു ഓവർകം ചെയ്യാൻ, പോസിറ്റീവ് രീതിയിൽ ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് അതൊരു നല്ലൊരു കഴിവായിരിക്കും. അത് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കുകയും ചെയ്യണം. ഇനി നമ്മൾ മൂന്നാമത്തെ പോയിന്റിലേക്ക്, അപ്പോൾ നമ്മളിപ്പം ഫസ്റ്റ് 2 കമ്പോണൻറ്റ്സ് കവർ ചെയ്തിരിക്കുകയാണ്, ഫിസിക്കൽ വെൽബീങ് ആൻഡ് മെൻ്റൽ വെൽബീങ്. ഇനിയും മൂന്നാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്, അതാണ് സോഷ്യൽ വെൽബീങ്. ആം ഐ സോഷ്യലി ഹെൽത്തി പേഴ്സൺ. അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സഫർ ചെയ്യുന്നൊരു ഫീൽഡാണ് ഐ എം നോട്ട് എ സോഷ്യലി ഹെൽത്തി പേഴ്സൺ എന്ന് ഇന്നത്തെ ആൾക്കാർ പറയും. കാര്യം ഈ സോഷ്യൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക, അതിനൊന്നും ഇന്നത്തെ ആൾക്കാർക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം എവറിബഡി ഈസ് ബിസി അല്ലേ. എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള ജോലികൾ കാണും,
അവരുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കാണും. അപ്പോൾ ഒരു സോഷ്യലൈസേഷന് നേരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് ആർക്കും സോഷ്യലൈസേഷന് നേരമില്ല. പക്ഷേ നമുക്ക് സോഷ്യലൈസേഷന് അങ്ങനെ നമുക്ക് ഇപ്പോൾ പണ്ടത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് തന്നെ നമ്മൾ പോവുകയും പല സോഷ്യൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുകയും സോഷ്യലൈസേഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വളരെ കൂടുതലാണ്. പക്ഷേ ഇന്ന് അത് വളരെ ചുരുങ്ങിയിരിക്കുകയാണ്. കാരണം ഐ ഡോണ്ട് ഹാവ് എ ടൈം. ഐ ഡോണ്ട് ഹാവ് എ ടൈം ടു സോഷ്യലൈസ് വിത്ത് അതേഴ്സ് അല്ലേ. മറ്റുള്ളവരുമായിട്ട് സോഷ്യലൈസേഷൻ ചെയ്യാൻ എനിക്ക് സമയമില്ല. എനിക്ക് വേറെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. പക്ഷേ നമുക്ക് അവിടെയാണ് ഈ ഡിജിറ്റൽ മീഡിയയുടെയും ഇലക്ട്രോണിക് മീഡിയയുടെയും ഒക്കെ സാധ്യതകൾ നമ്മളെ ഒരുപാട് സഹായിക്കുന്നത്. നമുക്ക് അവിടെ ഡിജിറ്റൽ മീഡിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഒരു സോഷ്യലി ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അതായത് നമുക്ക് നമ്മുടെ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയുള്ള പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സോഷ്യലി ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. നമുക്ക് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ നമുക്ക് കൂട്ടാം. വളരെ ചെറിയൊരു സർക്കിൾ, ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ആണെങ്കിലും ഇറ്റ് ഷുഡ് ബി ഹെൽത്തി അല്ലേ. അത് വളരെ ഹെൽത്തി ആയിട്ട് ആകണം. അങ്ങനെയെങ്കിൽ നമ്മൾ സോഷ്യലി ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സൺ ആവും. അപ്പോൾ ഈ സോഷ്യൽ ആയിട്ടുള്ള ഹെൽത്ത് അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഫാമിലി ലൈഫിൽ നിന്നേ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മളിപ്പം ഒരു ലഞ്ച് അല്ലെങ്കിൽ ഒരു ഡിന്നർ, ഓക്കെ, ഒരു ദിവസത്തിൽ ഒരു ലഞ്ച് അല്ലെങ്കിൽ ഒരു ഡിന്നർ പറ്റുവാണെങ്കിൽ ലഞ്ചും ഡിന്നറും എല്ലാം ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അവിടെ നമ്മൾക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ അവരുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് ഷെയർ ചെയ്ത് ആ ഒരു ഫാമിലിയിലുണ്ടാകുന്ന സോഷ്യലൈസേഷൻ വളർന്നു വരുന്ന തലമുറയെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയിലൊക്കെ പങ്കെടുക്കുമ്പോൾ, അല്ല മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ പലതരത്തിലുള്ള പാർട്ടികൾക്കാണ്, ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളെയും കൂടെ കൂട്ടുക. എന്നിട്ട് നിങ്ങളുടെ റിലേറ്റീവ്സിനെ കാണിച്ചു കൊടുക്കുക എന്താണ് അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് അവർക്ക് ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവരവരുമായിട്ട് കാണുന്നു, സംസാരിക്കുന്നു, അവരുമായിട്ടുള്ള ബോണ്ടിങ് കൂടുന്നു, അവർക്ക് അവിടെ തന്നെ കുറേ ഫ്രണ്ട്സിനെ കിട്ടുന്നു, പലതരത്തിലുള്ള സോഷ്യൽ ആക്ടിവിറ്റീസിൽ അവർ പങ്കെടുക്കുന്നു. അതൊക്കെ ആ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് ഒരു കൂടുതൽ നമ്മുടെ ഒരു തലമുറ സോഷ്യലൈസേഷനിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് പങ്കെടുക്കാനുള്ള അവരുടെ ഓപ്പർച്യൂണിറ്റി അവിടെ കൂടുതൽ ലഭ്യമാകുകയാണ് ചെയ്യുന്നത്. അത് അവരെ ഒരു കൂടുതൽ സോഷ്യലി ഹെൽത്തി പേഴ്സണാക്കി അവരെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സഹായിക്കുന്നു. അങ്ങനെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇൻട്രാക്റ്റീവായിട്ടുള്ള സ്കില്ല് അതെല്ലാം കൂടുതൽ നന്നായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ സെക്കൻഡ്, അതായത് ആദ്യം ഫാമിലി ലൈഫിലുള്ള ഒരു സോഷ്യലൈസേഷൻ, പിന്നെ നമ്മൾ പറയുന്ന സ്കൂളിംഗ്. ഇന്ന് ഹോം സ്കൂളിംഗ് ഒക്കെ അവൈലബിൾ ആണെങ്കിലും കൂടുതൽ ആൾക്കാരും കുട്ടികളെ സ്കൂളിൽ തന്നെ അയച്ച് പഠിപ്പിക്കുന്നവരാണ്. സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു സോഷ്യലൈസേഷൻ, അതായത് നമ്മുടെ ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ മറ്റുള്ള കുട്ടികളുമായിട്ട് അവർ ഇൻട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഇൻട്രാക്ഷനിൽ കൂടെ അവരുടെ സോഷ്യലൈസേഷൻ സ്കില്ല് വർദ്ധിക്കുന്നു. പിന്നെ വരുന്നത് അപ്പം നമ്മുടെ അഡൽട്ട്സിലേക്ക് വരുവാണെങ്കിൽ നമ്മൾക്ക് ഓഫീസിൽ പോകുന്നു അല്ലേ, അങ്ങനെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ കൊളീഗ്സുമായിട്ട് അല്ലെ കോവർക്കേഴ്സുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നു, നമ്മൾ ഒരുമിച്ചിരുന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജോലി തലത്തിലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സോഷ്യലൈസേഷൻ സ്കില്ല് നമ്മളുടെ വർദ്ധിക്കുകയാണ്. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫ്രണ്ട്സ് കാണും, അവരുമായിട്ടുള്ളൊരു ഗെറ്റ് ടുഗെദറൊക്കെ വെക്കാമെങ്കിൽ വീട്ടിൽ തന്നെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഔട്ട്സൈഡിൽ പോയിട്ട് ഒരു കോഫി കുടിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഔട്ടിങ് നടത്താം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു സോഷ്യലൈസേഷൻ കൂടുകയാണ്. അപ്പം നമ്മുടെ ഒരു ഷെയറിങ് കെയറിങ് ഉള്ള ഒരു എബിലിറ്റി കൂടിയാണ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയാണ്. അപ്പം നമുക്കൊരു സെൻസ് ഓഫ് ഫീലിംഗ് ഓഫ് സെൻസ് ഓഫ് ബിലോങ്ങിങ് അല്ലേ. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നു അല്ലേ, നമ്മളെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു, കമ്മ്യൂണിറ്റിയിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു, റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നു, നമ്മുടെ വാല്യൂസിനെ അല്ലെ നമ്മളെ വാല്യൂ ചെയ്യപ്പെടുന്നു അല്ലേ. അത് നമ്മളെ ഒരുപാട് സോഷ്യലി ഹെൽത്തി ആക്കി മാറ്റുവാൻ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ കം ടു ദ ലാസ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് the absence of disease or infirmity. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ഫാക്ടേഴ്സും നമ്മൾ കവർ ചെയ്തു. ലാസ്റ്റ് പോയിന്റ് അതാണ് പറയുന്നത്, ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി അല്ലേ. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്കൊരു അസുഖം വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. അതിലുള്ള സൈൻ ആൻഡ് സിംറ്റംസ് നമ്മൾക്ക് മനസ്സിലാകുകയും നമ്മൾ അതിനുള്ള ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം
ആരാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ? ഓരോരുത്തരുടെ ആരോഗ്യം എന്ന് പറയുന്നത് അവനവൻ്റെ ആരോഗ്യം അവനവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് വേറൊരാൾ അതിൽ ഇടപെടുക എന്ന് പറയുമ്പോൾ അതിലൊരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ? എനിക്ക് ഒരു സൈൻ ആൻഡ് സിംറ്റം വരുമ്പോൾ അതാരാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഫസ്റ്റ്? ഞാനായിരിക്കും അല്ലേ? എനിക്കൊരു വേദന, എനിക്കൊരു പെയിൻ ഉണ്ടാകുന്നു, അല്ലെ എനിക്കൊരു എന്താണ് അസ്വസ്ഥത ഉണ്ടാകുന്നു, ക്ഷീണമുണ്ടാകുന്നു, അതാരെയാണ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഞാനായിരിക്കും. ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷമേ മറ്റുള്ളവർ അത് അറിയുകയുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെ നമ്മൾ ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി അല്ലേ? ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ ആരോഗ്യം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഉണ്ടെങ്കിൽ നമ്മളത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. ഇനി നമ്മൾ ഫിസിക്കലി വെൽബീങ് ആണ്, ഫിസിക്കലി ഹെൽത്തിയാണ്, മെൻ്റലി ആൻഡ് സോഷ്യലി ആൻഡ് നോട്ട് മിയർലി ദ ആബ്സൻസ് ഓഫ് ഡിസീസ് അല്ലേ? അസുഖങ്ങളൊന്നുമില്ല, ആബ്സൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് പറയാം ആമേ പെർഫെക്റ്റ്ലി ഹെൽത്തി പേഴ്സൺ എന്ന് പറയാം അല്ലേ? ഇനിയും ഇപ്പം ഈ വീഡിയോ എല്ലാവർക്കും അറിയാമെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അല്ല ഇതൊരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റീഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ചോദിക്കാം, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിൽ തന്നെ ക്വസ്റ്റ്യൻ എടുക്കുക, ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക, അതിനകത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക, എന്നിട്ട് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം നിങ്ങളോട് തന്നെ ചോദിക്കാം. യു ക്യാൻ ആസ്ക് ടു യുവർ സെൽഫ്, ആം ഐ ഫിസിക്കലി ഹെൽത്തി പേഴ്സൺ? ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ഫിസിക്കലി ഹെൽത്തി ആണോ? ഓക്കെ, എനിക്ക് അസുഖങ്ങളൊന്നുമില്ല എങ്കിൽ ടിക്ക് ദാറ്റ് ബോക്സ്. ആൻഡ് സെക്കൻഡ് വൺ, ആം ഐ മെൻ്റലി ഹെൽത്തി പേഴ്സൺ? ആം ഐ ഇമോഷണലി സ്റ്റേബിൾ? ക്യാൻ ഐ മാനേജ് ഓൾ മൈ ഇമോഷൻസ് സക്സസ്ഫുള്ളി? നമുക്ക് ചോദിക്കാം. ഇഫ് യു ക്യാൻ or if you are mentally stable, you can tick that box. And the third one, am I socially healthy person? How എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റീസ്? എനിക്ക് എല്ലാ സോഷ്യൽ ആക്ടിവിറ്റീസിലും പങ്കെടുക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ എൻ്റെ എനിക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ ആം എ സോഷ്യലി ഹെൽത്തി പേഴ്സൺ എന്ന് പറയാം. നിങ്ങൾക്ക് ആ ബോക്സും ടിക്ക് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ബോക്സാണ് എനി ഡിസീസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി പ്രസൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾക്ക് ഒരു ഡിസീസും ഇല്ല, ഒന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ബോക്സും ടിക്ക് ചെയ്യാം. ആൻഡ് യു ക്യാൻ സേ ആം എ ഹെൽത്തി പേഴ്സൺ എന്ന് പറയാം. ആം എ കംപ്ലീറ്റ്ലി ഹെൽത്തി പേഴ്സൺ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ ഒരു പൂർണ്ണമായ ആരോഗ്യം എന്ന ഒരു കാഴ്ചപ്പാടിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു പൂർണ്ണ ആരോഗ്യം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്തൊരു ഹെൽത്ത് റിലേറ്റഡ് വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.